ഹലോ ഗൈസ്, സ്റ്റാർലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറേ നാളായി വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്. വേറൊന്നുമല്ല, ഞാൻ കുറച്ച് തിരക്കായിരുന്നു. എനിക്ക് വീഡിയോ എടുക്കാനൊന്നും സമയം കിട്ടിയില്ല. ഇവിടെ ജോലിയുടെ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഫുള്ള് ബിസി ആയിപ്പോയി. അപ്പോൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ ചേർന്നിട്ട് ഇപ്പോൾ നമ്മളിവിടെ ജോബ് വിസ ചെയ്യുന്നുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് ജോബ് വിസ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലൊക്കെ റഷ്യയിൽ ജോബ് ചെയ്യാൻ താല്പര്യം ഉള്ളവർ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക. നമുക്ക് 3 വർഷത്തെ വിസയാണ് വരുന്നത്. 3 വർഷത്തെ ജോബ് വിസ, അതുപോലെ തന്നെ മെഡിക്കൽ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇതിൽ ഇൻക്ലൂഡിങ് ആണ്. വിത്ത് ഫ്ലൈറ്റ് ടിക്കറ്റ് എല്ലാം നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ അത്യാവശ്യം ഫാക്ടറി ജോബ്സൊക്കെ അവൈലബിൾ ആണ്. നമുക്ക് ഇപ്പോൾ പാക്കിംഗ് ജോബ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് വെയർ ഹൗസ് ജോബ്, ഇങ്ങനത്തെ ജോബ്സൊക്കെ അവൈലബിൾ ആണ്. വെയർ ഹൗസിലാണെങ്കിൽ നമുക്ക് നൈറ്റ് ഷിഫ്റ്റ് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ വർക്ക് അവർ എന്ന് പറയുന്നത് 12 മണിക്കൂറാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ വെയർ ഹൗസിൽ നൈറ്റ് ഷിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ രാത്രി 9 മണി തൊട്ട് രാവിലെ 9 മണി വരെ ആവും. പിന്നെ ബ്രേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൂടാതെ തന്നെ നമുക്ക് പാക്കിംഗ് ജോബ്സ് ഉണ്ട്. പാക്കിംഗ് ജോബ് ആണെങ്കിൽ മോർണിംഗ് 9 മണി തൊട്ട് രാത്രി 9 മണി വരെ, അങ്ങനത്തെ ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഒരു 3-4 കമ്പനിയിൽ വേക്കൻസി ബൾക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലുമൊക്കെ റഷ്യയിൽ ജോബ് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ, അതായത് റഷ്യയിൽ ജോലി ചെയ്യാൻ താല്പര്യം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞു തരും. പിന്നെ ഒരു കാര്യം, ഹാർഡ് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം വന്നാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹാർഡ് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ ഇങ്ങോട്ട് വരിക. കാരണം 12 മണിക്കൂർ ഡ്യൂട്ടി ആയതുകൊണ്ട് നമ്മൾ വിചാരിക്കണ പോലെ അല്ല, ചിലവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓൾറെഡി ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഇവിടെ ജോലി ചെയ്യാൻ സാധിക്കുമോ, ഹാർഡ് വർക്ക് ചെയ്യാൻ സാധിക്കുമോ, നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സപ്പോർട്ട് ചെയ്ത് തരും. അപ്പോൾ ആർക്കെങ്കിലൊക്കെ ഇൻട്രസ്റ്റഡ് ഉണ്ടെങ്കിൽ, ജോലി ചെയ്യാൻ ആർക്കെങ്കിലൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ നമ്മൾ ഡീറ്റെയിൽസ് പറയും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് നോക്കിയാൽ മതി കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചു, ഇവിടെ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് വന്നു കഴിഞ്ഞാൽ KFCയിൽ ജോബ് ഉണ്ട്, 80,000 സാലറി കിട്ടും, പോസിബിൾ ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒരിക്കലും അത് പോസിബിൾ അല്ല. KFCയിലെ വേജൊക്കെ 50,000 to 60,000 ഒക്കെയാണ് കിട്ടുന്നത്. അപ്പോൾ നന്നായിട്ട് ആലോചിക്കുക. നിങ്ങൾ ഇപ്പോൾ സ്റ്റുഡൻ്റായിട്ട് ഇവിടെ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് വരുന്നതിൻ്റെ പർപ്പസ് എന്താണ് നിങ്ങളുടെ, അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾക്ക് എന്തിനു വേണ്ടിയാണ് നിങ്ങളിവിടെ വരുന്നത്? പഠിക്കാൻ വേണ്ടിയാണെങ്കിൽ നമ്മൾ MBBS ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ വേണമെങ്കിൽ MBBS പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ, അതുപോലെ എൻ്റെ ഫ്രണ്ട്സ് ചെയ്യുന്നുണ്ട്, ഞാൻ റെഫർ ചെയ്യാം, അവർ സെറ്റ് ചെയ്ത് തരും. പിന്നെ അതുപോലെ തന്നെ BTech ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ കോഴ്സൊക്കെ ആണെങ്കിൽ ഓക്കെ. നിങ്ങൾ പഠിക്കാനായിട്ട് വരുവാണെങ്കിൽ ഓക്കെ, ഒരു കുഴപ്പമില്ല. അതല്ലാണ്ട് നിങ്ങളുടെ പർപ്പസ് വേറെ ആണെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വന്നതിനേക്കാളും നല്ലത് ജോബ് വിസ നോക്കുന്നത് തന്നെയാണ്. അപ്പോൾ ആർക്കെങ്കിലൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ഡീറ്റെയിൽസ്, ഞാൻ ജോബിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ മാത്രം നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ എനിക്ക് വീഡിയോ ഇനി ഇടയ്ക്കിടയ്ക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം ടൈമില്ല. ഇവിടെ വർക്കിൻ്റെ തിരക്ക്, അങ്ങനെ ഒരുപാട് തിരക്കായതുകൊണ്ട് വല്ലപ്പോഴും കുറച്ച് സമയങ്ങളാണ് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം തന്നെ ഇപ്പോൾ രാത്രി 2 മണിയായി, ഞാൻ വർക്ക് കഴിഞ്ഞ് ഇറങ്ങുന്ന സമയമാണ്. അപ്പോഴാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ടൈം ഭയങ്കര കുറവാണ്. അപ്പോൾ എനിക്ക് എന്തായാലും റിപ്ലൈ, ഇതിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ ഞാൻ ഫ്രീ ആവുന്ന ടൈമിൽ റിപ്ലൈ തരുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഓക്കെ, ബൈ.